KL സ്പോർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്നാം ഏകദിനത്തിൽ തകർപ്പൻ സെഞ്ചുറി നേടി ഇന്ത്യയുടെ മാച്ച് വിന്നറായി മാറുകയും പരമ്പര നേടിക്കൊടുക്കുകയും ചെയ്തതോടെ സഞ്ജു സാംസൺ ഇന്ത്യൻ ക്രിക്കറ്റിലെ പോസിറ്റീവ് ചർച്ചകളിൽ വീണ്ടും ഇടം നേടിയിരിക്കുകയാണ്. പൊതുവെ ആദ്യ പന്ത് മുതൽ ആക്രമിച്ച് കളിക്കുന്ന താരമാണ് സഞ്ജു സാംസൺ. എന്നാൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കണ്ടത് തികച്ചും വ്യത്യസ്തമായ സഞ്ജു സാംസണെയാണ്. ക്ഷമയോടെ കളിച്ച് ടീമിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് ബാറ്റ് ചെയ്യുന്ന സഞ്ജുവിനെയാണ് നാം കണ്ടത്. സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ശൈലിയിൽ തിരുത്തലുകൾ ആവശ്യപ്പെട്ട് നേരത്തെ മുതൽ സഞ്ജുവിനോട് പല പ്രമുഖ താരങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിയതാണ്. എന്നാൽ സഞ്ജു നേരത്തെ ഇതൊന്നും പരിഗണിക്കാതെ തൻ്റെ വെടിക്കെട്ട് ശൈലിയിൽ വിശ്വസിച്ച് കളിക്കുകയാണ് ചെയ്തത്. എന്നാൽ കഴിഞ്ഞ മാച്ചിൽ വളരെ പക്വതയോടെ നിലയുറപ്പിച്ച് കളിക്കുന്ന സഞ്ജുവിനെയാണ് നമ്മൾ കാണുന്നത്. നേരത്തെ തന്നെ സുനിൽ ഗവാസ്കർ സഞ്ജുവിന് ഇക്കാര്യത്തിൽ ഉപദേശം നൽകിയിരുന്നു. അന്ന് അത് തിരസ്കരിച്ച സഞ്ജു ഇപ്പോൾ ആ തന്ത്രം തന്നെയാണ് പയറ്റുന്നത്. ഇപ്പോഴത്തെ സഞ്ജുവിൻ്റെ ക്ഷമയോടുള്ള സെഞ്ചുറി പ്രകടനത്തിൻ്റെ രഹസ്യം അദ്ദേഹത്തിൻ്റെ പരിശീലകൻ ബിജുമോൻ എൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം സഞ്ജുവിനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: സഞ്ജു ഒരു പ്രത്യേക ചിന്താഗതിയുള്ള താരമാണ്. തൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അദ്ദേഹം ആശങ്കപ്പെടാറില്ല. പദ്ധതികളിലും പ്രയത്നങ്ങളിലുമാണ് അവൻ വിശ്വസിക്കുന്നത്. ദക്ഷിണാഫ്രിക്കൻ പരമ്പരയ്ക്കായി ബാംഗ്ലൂരുവിൽ പ്രത്യേക പരിശീലനം നടത്തിയിരുന്നു സഞ്ജു. ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ ഇതിന് അനുയോജ്യമായ പിച്ചാണ് ഒരുക്കിയത്. ദക്ഷിണാഫ്രിക്കയിലെ അതേ സാഹചര്യത്തിലുള്ള പിച്ച് ഇവിടെ തയ്യാറാക്കി. ദക്ഷിണാഫ്രിക്കയിലെ പിച്ചുകൾ വെല്ലുവിളി നിറഞ്ഞതാണെന്ന കാര്യം സഞ്ജുവിനറിയാം. നല്ല ബൗൺസ് അവിടുത്തെ പിച്ചുകൾക്കുണ്ട്. ആഭ്യന്തര ക്രിക്കറ്റിൽ തയ്യാറാക്കുന്ന പിച്ചിനേക്കാൾ വ്യത്യസ്തമായ സാഹചര്യമാണ് ദക്ഷിണാഫ്രിക്കയിലുള്ളത്. അതുകൊണ്ടുതന്നെ അവിടുത്തെ സാഹചര്യത്തോട് പൊരുത്തപ്പെടുക എന്നത് വലിയ കാര്യമാണ്. വലിയ ഇന്നിങ്സ് കളിക്കാൻ മാനസികമായി സഞ്ജു തയ്യാറെടുത്തിരുന്നെന്നും അദ്ദേഹത്തിൻ്റെ പരിശീലകൻ പറയുന്നു. എന്തുതന്നെയായാലും ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിനായി സഞ്ജു നടത്തിയ മുന്നൊരുക്കങ്ങൾ അദ്ദേഹത്തിന് ഗുണകരമായി എന്നു തന്നെ പറയാം. ദക്ഷിണാഫ്രിക്കയിലെ പ്രയാസമേറിയ സാഹചര്യത്തിൽ പതിയെ ബാറ്റ് ചെയ്ത് നിലയുറപ്പിച്ച ശേഷം ആക്രമിച്ചു കളിക്കണമെന്നതായിരുന്നു സഞ്ജുവിൻ്റെ പദ്ധതി. അത് അദ്ദേഹത്തിന് പ്രാവർത്തികമാക്കുവാൻ കഴിയുകയും ചെയ്തു. സെഞ്ചുറിയിലേക്കെത്താൻ സഞ്ജുവിനെ സഹായിച്ചതും ഈ ഘടകമാണ്. സാഹസിക ഷോട്ടുകൾക്ക് ശ്രമിക്കാതെ മോശം പന്തുകൾക്കായി കാത്തിരുന്ന സഞ്ജുവിൻ്റെ പ്രകടനം എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്നത് തന്നെയാണ്. ഏത് ബാറ്റിംഗ് പൊസിഷനിലും ഏത് സാഹചര്യത്തിലും കളിക്കുവാനുള്ള മുന്നൊരുക്കമാണ് സഞ്ജു നടത്തിയതെന്നും അദ്ദേഹത്തിൻ്റെ പരിശീലകൻ പറഞ്ഞു. സഞ്ജുവിൻ്റെ കരിയറിൻ്റെ ഏറ്റവും നിർണായക സമയത്താണ് ഈ സെഞ്ചുറി പ്രകടനം. ഇന്ത്യൻ ടീമിൽ ഇനിയെങ്കിലും തുടർച്ചയായി സഞ്ജുവിന് അവസരം ലഭിക്കാൻ ഈ പ്രകടനം സഹായമാകുമെന്ന് തന്നെ വിലയിരുത്താം. ഏകദിനത്തിൽ 56 മുകളിൽ ശരാശരി സഞ്ജുവിനുണ്ട്. അടുത്ത വർഷം T20 ലോകകപ്പ് നടക്കാനിരിക്കെ സഞ്ജുവിന് T20 ടീമിൽ ഇടം ലഭിച്ചേക്കില്ല. എന്നാൽ ഏകദിനങ്ങളിൽ അദ്ദേഹം കൂടുതൽ അവസരം അർഹിക്കുന്നുമുണ്ട്. പക്ഷേ സീനിയർ താരങ്ങൾ ഇല്ലാത്തതിനാലാണ് ഇന്ത്യ സഞ്ജുവിന് ഇപ്പോൾ ടീമിൽ അവസരം നൽകിയിരിക്കുന്നത്. വിരാട് കോഹ്ലിയും ശ്രേയസ് അയ്യറും തിരിച്ചെത്തുമ്പോൾ സഞ്ജുവിനെ വഴിമാറി കൊടുക്കേണ്ടി വരും. നിലവിലെ സഞ്ജുവിൻ്റെ പ്രകടനം അദ്ദേഹത്തിന് കൂടുതൽ അവസരം ലഭിക്കാൻ കാരണമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഫ്രണ്ട്സ്, കൂടുതൽ കായിക വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കുമായി KL സ്പോർട്സ് എന്ന നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും നമ്മുടെ ചാനലിനെ പ്രോത്സാഹനമാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.